ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഞാനിവിടെ നേരത്തെ തന്നെ മസാലയ്ക്ക് പുരട്ടി വെച്ചതാണ്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റണം. മുഴുവൻ ചിക്കനും ഞാനിവിടെ ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്കുള്ള മസാലയാണ് റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തത്. പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് അടുത്തതായി ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു 3 ചെറിയ ഗ്രാമ്പൂ, ഒരു പട്ട, 2 ഏലക്കായ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെപ്പർകോണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഞാനിവിടെ ഒരു 2 വലിയ ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ഇനി ഇട്ട് കൊടുക്കാം. 2 വലിയ ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് വാടുന്നത് വരെ വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇതാ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, കാഷ്നട്ട്. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇട്ടാൽ ഈ കറിയുടെ നല്ല ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ഇനി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അല്പനേരം മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടനെ കിട്ടും. ഇനി അല്പനേരം ഇതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 2.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലപ്പൊടീൻ്റെ മണമൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്നത് കൂടി എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഇനിയും ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറണം. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇതാ മസാലപ്പൊടിയൊക്കെ ചൂടാറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അല്പം വെള്ളവും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല റെഡിയാക്കിയ അതേ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചേർക്കുന്നില്ല. എന്നിട്ട് അതിലേക്ക് അരപ്പിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അല്പം കറിവേപ്പില കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും കൂടി ഇനി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ട് എടുക്കണം.
ഇത് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ വെക്കുന്ന അതേ സ്റ്റൈലാണ്, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ബട്ടറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിക്കനൊക്കെ ഒന്ന് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മല്ലിയിലയാണ് ഇട്ടുകൊടുത്തത്. മല്ലിയില കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാനൊരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നമ്മുടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കോക്കനട്ട് പാലൊന്നല്ല. ഇങ്ങനെ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കറി. നമുക്ക് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, കറി നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് കിട്ടും. അങ്ങനെ ഇപ്പോൾ പാലും ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ട് കറി തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഗീയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ലാസ്റ്റായിട്ട് ഗീ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. അങ്ങനെ ഗീയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ലാസ്റ്റായിട്ട് നമ്മുടെ കസൂരി മെത്തി ഉലുവച്ചപ്പ് പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കസൂരി മേത്തി അല്പം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിതാ ഇവിടെ കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അല്പനേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്പനേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ് കറി. നമുക്ക് ചപ്പാത്തിക്ക്, പൂരിക്ക്, കുബൂസിനും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.